ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കണു. എല്ലാവരുടെ വിഷു ആഘോഷമൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും അടിച്ചു പൊളിച്ചിട്ടോ വിഷു ആഘോഷം. നല്ല രസമായിരുന്നു ഇന്നലത്തെ വിഷു. പിന്നെ എല്ലാവർക്കും കൈനീട്ടൊക്കെ കിട്ടിയോ? അപ്പൊ ഇന്നത്തെ എന്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിടെ ചെറിയ സൗണ്ടൊക്കെ കേൾക്കുന്നില്ലേ? ആദ്യക്കുട്ടനെ അപ്പുറത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. രണ്ടാളും രാവിലേക്ക് എണീറ്റു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുവാണ്. കാർട്ടൂണൊക്കെ കണ്ട് കുറേ ദിവസമായി വ്ളോഗൊക്കെ ഇടാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് പല്ലുവേദനയായിരുന്നു കേട്ടോ. അങ്ങനെ പല്ലൊക്കെ പറിച്ച് 2-3 ദിവസമൊക്കെ ഇച്ചിരി പാടായിരുന്നു. ഇപ്പൊ എല്ലാം മാറി കേട്ടോ. അപ്പൊ ഇന്നത്തെ വ്ളോഗിലേക്ക് കിടക്കാം. അപ്പൊ എല്ലാവരും പോയി വിഷു വ്ളോഗ് കണ്ടിട്ട് പോയോ. ഇന്ന് അതിരാവിലെ എണീറ്റു കേട്ടോ. അപ്പോൾ രാവിലെ എനിക്ക് കണിയൊക്കെ കണ്ടത് അമ്പലത്തിലോട്ട് പോകുന്നേ. അപ്പോൾ ഞങ്ങൾ വന്നത് പള്ളുരുത്തിയിലുള്ള അഴകകാവ് ക്ഷേത്രത്തിലാണ്. എല്ലാ തവണത്തെയും പോലെ വിഷുവിന് അതിരാവിലെ എണീറ്റു കേട്ടോ. 4 മണിയൊക്കെ ആയപ്പോൾ രണ്ടാളെയും വിളിച്ച് കണിയൊക്കെ കാണിച്ചായിരുന്നേ. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെയും കിടന്ന് രണ്ടാളും ഉറങ്ങി. പിന്നെ എണീച്ച് വന്ന് കുളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 8 മണി 8:30 ആയേ. ഈ ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. തൊഴുതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിതേ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഇനി നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ഒന്ന് കയറി പിന്നെ ദേ വീട്ടിലോട്ട് പോകും കേട്ടോ. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ അമ്പലത്തിൽ പോയേക്കുമായിരുന്നേ. അങ്ങനെ അച്ഛനും ചിറ്റയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദൂസിനും ദേവൂട്ടിനൊക്കെ കൈനീട്ടമൊക്കെ കൊടുത്ത് അതെല്ലാം മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അമ്മ ദേ ചിക്കൻ കറി വെക്കാനുള്ള എല്ലാ സാധനവും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. എല്ലാ വിഷുവിനും എൻ്റെ വീട്ടിൽ പച്ചക്കറി വിഭവങ്ങളായിരിക്കും കേട്ടോ കൂടുതൽ ഉണ്ടാക്കാറുള്ളത്. സാമ്പാറും അവിയലും അങ്ങനെ ചെറിയൊരു സദ്യ ആയിരിക്കും കേട്ടോ. ഇവിടെ വന്ന ശേഷമാണ് ഇങ്ങനെ നോൺ വെജ് വിഭവങ്ങളൊക്കെ കാണാൻ തുടങ്ങിയത്. ഞങ്ങളുടെ ഇവിടങ്ങളിലൊക്കെ ഇങ്ങനെയാട്ടോ. മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി ആദൂസിനും ദേവൂട്ടിനും ഫസ്റ്റ് ഒന്ന് ഫുഡ് കൊടുത്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സാധാരണ എല്ലാ പ്രാവശ്യവും ഓണത്തിനും വിഷുവിനും എല്ലാ വിശേഷ ദിവസമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ കേട്ടോ ഫുഡൊക്കെ കഴിക്കാറുള്ളത്. ഇന്ന് ഏട്ടൻ ഈ സമയമായപ്പോൾ ഒന്ന് പുറത്തേക്ക് പോയിട്ടോ. ആ നേരം കൊണ്ട് ഇവർക്ക് രണ്ടാൾക്കും വിശന്ന് തുടങ്ങി. എന്നാൽ പിന്നെ ഇവർക്ക് രണ്ടാൾക്കും ആദ്യം കൊടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ ഇലയിട്ട ശേഷം രണ്ടാളും കൂടി പൊരിഞ്ഞിടിയായിരുന്നു കേട്ടോ. പിന്നെ യുദ്ധമൊക്കെ കഴിഞ്ഞ് രണ്ടാൾക്ക് ഫുഡ് കൊടുത്തേ. പിന്നെ ഏട്ടൻ വന്ന ശേഷം ഞങ്ങളും കഴിക്കാനിരുന്നു കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറിയും തക്കാളി ചാറും പപ്പടം അച്ചാറ് അങ്ങനെ കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഫുഡെല്ലാം കഴിച്ച ക്ഷീണത്തിൽ ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങാന്ന് വിചാരിച്ചു കേട്ടോ. ഇനി വൈകുന്നേരം പുറത്തൊക്കെ പോകാനുള്ളതാണല്ലോ. അപ്പോൾ അതേ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോകാന്ന് വിചാരിച്ചു. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം നമുക്ക് മയങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാളും ഉറക്കമാണ്. ഇപ്പോൾ സമയം 4 മണി ആയിട്ടുണ്ടായിരുന്നേ. ഇനി ദേ രണ്ടാളെയും വിളിച്ചുണർത്തണം കേട്ടോ. ഏട്ടൻ ദേ വണ്ടി എടുക്കാനായിട്ട് പുറത്തേക്ക് പോയിരിക്കും കേട്ടോ. അമ്മ അച്ഛനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഏട്ടൻ ബൈക്ക് എടുക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ എൻ്റെ വന്നിട്ടില്ല. അപ്പോൾ രണ്ടാളെ കുറച്ചുകൊണ്ടിരിക്കും. അപ്പം ഇനി പോയിട്ട് കാണാം. കുറേ നേരം കാത്തിരുന്ന ശേഷം ഏട്ടൻ ദേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ചെറിയൊരു മഴക്കാറുള്ള കാരണം വേഗം തന്നെ പോന്നു കേട്ടോ. അമ്മ അച്ഛനും ഞങ്ങളെ കാക്കാൻ നിന്നില്ല കേട്ടോ. അവരാദ്യം തന്നെ അങ്ങോട്ടേക്ക് പോയിട്ടാ. ഇതുവരെ ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ അമ്മയുടെ ആങ്ങളയുടെ മോളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അത് മരട്ടിലാണ് കേട്ടോ ഉള്ളത്. എല്ലാ തവണയും വിഷുവിനും ഓണത്തിനൊക്കെ ഓരോ കസിൻ്റെ വീട്ടിലാട്ടോ കൂടാറുള്ളത്. അപ്പോൾ ഇത്തവണ മരട്ടിലുള്ള അമ്മാവൻ്റെ മോളുടെ വീട്ടിലാട്ടോ ഞങ്ങൾ കൂടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ആരും അങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നില്ലേ. ഞങ്ങളാണ് കേട്ടോ ഫസ്റ്റ് എത്തിയത്. ഇവിടെ വന്നപ്പോൾ തന്നെ രണ്ടാളും കൂടെ ഓടിക്കളിയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും എത്തിയ ശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിച്ചു കേട്ടോ. നമ്മുടെ ഫാമിലി എല്ലാവരും കൂടെ ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ കസിൻസ് എല്ലാവരും കൂടെ ഇരുന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് പിന്നെ ഒരുമിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ ഈ ഒരു ഡേയ്സൊക്കെ നമുക്ക് എന്നും ഓർത്ത് വയ്ക്കാൻ പറ്റുന്നതായിരിക്കും അല്ലേ. ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആയിരുന്നേ. കൂടെ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നേ. എവൂട്ടിന് കൊടുത്തിട്ട് ഞാൻ ചിക്കൻ ബിരിയാണി കഴിക്കാനിരുന്നു കേട്ടോ. അങ്ങനെ ബിരിയാണിയും കഴിച്ച് ഒരു ഐസ്ക്രീമും പാസ്സാക്കി കേട്ടോ. അതും കഴിഞ്ഞ് എല്ലാവരും കൂടെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിച്ചേ. എല്ലാ തവണയും ഓണത്തിനും വിഷുവിനൊക്കെ ഇതുപോലെ കൂടാറുണ്ടെങ്കിലും ഇപ്രാവശ്യത്തെ വിഷു ഭയങ്കര സ്പെഷ്യലായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, എല്ലാവരും കൂടെ ശരിക്കും അങ്ങോട്ട് അടിച്ചു പൊളിച്ച് ആർന്നതിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ ചെറിയൊരു വിഷമമുണ്ടായിരുന്നേ. ഇതേപോലെ ദിവസം ഇനി എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. എല്ലാവരും കൂടെ ഒത്തൊരുമിക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.